സർക്കാരിനായിരുന്ന സമയത്ത് എല്ലാ വീടുകളിലേക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ രാഷ്ട്രീയത്തില് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരുമായും അവരുമായി ഇടപഴകേണ്ട ആളുകളാണ് രാഷ്ട്രീയ പ്രവർത്തകർ. അതിൽ രാഷ്ട്രീയം വെച്ചിട്ടോ മതം വെച്ചിട്ടോ ആളുകളെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളത് ജനാധിപത്യമാണ്. അതിൽ സംശയാസ്പദമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പ്രസക്തിയുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും അന്യോന്യം മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ പാർലമെൻ്ററി സമ്പ്രദായത്തിൽ നെഹ്റുവിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ പാർലമെൻറ്റിനകത്ത് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഒന്നിച്ച് ചായ കുടിച്ച് ഒന്നിച്ച് പിരിഞ്ഞ് ഒരേ കാറിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വലിയൊരു പ്രസക്തി അതിൻ്റെ എന്തെങ്കിലും മറ്റ് രാഷ്ട്രീയ തലങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ അല്ലെങ്കിൽ അത് പൊതുവെ ജനാധിപത്യം സംഘർഷാത്മകമല്ല, സമന്വയമാണ്. അല്ല, രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, എതിരാളികളെ ഉള്ളൂ. എതിരാളികളെ മാനിക്കണമെന്നുള്ളതാണ് ജനാധിപത്യം. അല്ല, ഞാനത് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു. അല്ല, ഞാൻ മറ്റ് പാർട്ടികളെന്ന് പറയുന്നില്ല. എനിക്കിപ്പോൾ ഗവർണറാകുമ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ല. അതിന് മുമ്പ് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ജീവിക്കുന്ന പിന്നെ ഉണ്ടാവും. പക്ഷെ അതിലെല്ലാവരും സമന്വയത്തിൻ്റെ പാത സംസാരിക്കാം, സ്നേഹങ്ങൾ പറയാം, അതിൽ തെറ്റില്ല.